നമ്മൾ ഇന്ന് മുതൽ കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയാണ്. ഇതിന്റെ കഥ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രണയകഥയാണ്. ഹീറോയിൻ ഒരു പാവപ്പെട്ട വീട്ടിലെയും ഹീറോ നല്ല പൈസയുള്ള വീട്ടിലെയാണ്. ഈ പൈസയുള്ള വീട്ടിലെ ഹീറോയിനെ കല്യാണം കഴിക്കാനായിട്ട് ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അവളുടെ ഫാമിലി ഇമേജ് ഒക്കെ അവള് ഫേക്ക് ചെയ്യേണ്ടി വരും. അതുമല്ല ഹീറോയിന്റെ അമ്മയ്ക്ക് ഹീറോയിനെ ഇഷ്ടപ്പെടുന്നില്ല. അവർ കല്യാണത്തിനായിട്ട് ഒരുപാട് എതിർക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ഹീറോയിൻ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഹീറോയിനെ കല്യാണം കഴിക്കുന്നത്, അവൾക്ക് അവനെ ഇഷ്ടമാണ്. എന്തായാലും ബാക്കി കഥ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്തോളൂ. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ 18 വയസ്സുള്ള ഹീറോയിൻ ഒരു ID കാർഡൊക്കെ മാറ്റുന്ന ഒരു സെന്ററിലോട്ട് വരികയാണ്. അവിടെ വന്നിട്ട് അവളുടെ ID കാർഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറയും. അവൾ ഇത്രയും നാൾ യൂസ് ചെയ്ത ID മാറ്റിയിട്ട് പുതിയൊരു ID എടുക്കണമെന്ന്. അതിനായിട്ട് കൊടുക്കുമ്പോൾ അവളുടെ മനസ്സിലോട്ട് പല പല ഓർമ്മകളും വരും. അവൾ ജനിച്ചതിന് ശേഷം അവൾക്ക് എന്തോ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ചികിത്സിക്കാനുള്ള പൈസ അവളുടെ അച്ഛൻ്റെയിലോ അമ്മയുടെയിലോ ഇല്ല. അവർ ഈ കുട്ടീനെ എന്തോ ചെയ്യാൻ പോയപ്പോൾ ഹീറോയിന്റെ മുത്തശ്ശിയാണ് ഓടിക്കൊണ്ട് വന്ന് നിങ്ങൾക്ക് ഈ കുട്ടീനെ വേണ്ടെങ്കിൽ എനിക്ക് താൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരടുത്ത് വഴക്കിട്ട് ഈ കുട്ടീനെ വാങ്ങിച്ചുകൊണ്ട് പോയത്. അവളുടെ അച്ഛൻ വിളിച്ച് പറയും ഞങ്ങളുടെ ഈ കുട്ടീനെ നോക്കാനുള്ള പൈസ ഇല്ല, അതിനെ ചികിത്സിക്കാനുള്ള പൈസ ഇല്ല, അതുകൊണ്ടാണെന്ന്. എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. ജസ്റ്റ് ഒരു സീൻ മാത്രമായിരുന്നു. മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഹീറോയിൻ പുതിയ ID കാർഡൊക്കെ ആക്കിയിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. അതുമല്ല ഇനി പഴയ ID ഉപയോഗിക്കാൻ പറ്റത്തില്ല. കട്ട് ചെയ്താൽ വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് കല്യാണപ്രായമായിട്ടുണ്ട്. 18 വയസ്സൊക്കെ കഴിഞ്ഞു. ഇവരെല്ലാരും കൂടെ വിവാഹം ആലോചിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. ഒരു വീടാണ്. അത് ഹീറോന്റെ വീടാണ്. ഈ ഇരിക്കുന്നതാണ് ഹീറോ, ആ ഇരിക്കുന്നതാണ് ഹീറോന്റെ പേരൻസ്, പിന്നെ ഈ ഇരിക്കുന്നത് ഹീറോയിന്റെ പേരൻസ് ആണെന്ന് പറയപ്പെടുന്നു. പക്ഷെ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം ഇത് ഹീറോയിന്റെ പേരൻസ് ആണോ എന്ന്. ഹീറോ എല്ലാവരും മുമ്പിൽ വെച്ച് വിളിച്ചു പറയും ഞാൻ ഹീറോയിനെ പൊന്നു പോലെ നോക്കിക്കൊള്ളാന്ന്. ഹീറോയിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും ഇത് കേൾക്കുമ്പോൾ. ഹീറോയിനും സന്തോഷമാവും. അതിന്റെ ഇടയിൽ ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇപ്പൊ ഏത് അസൈൻമെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോ ഈ അച്ഛനെ അമ്മേനെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏത് അസൈൻമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇപ്പൊ ചെയ്യുന്നത്, എന്തോ എൻവയോൺമെന്റൽ കൺസ്ട്രക്ഷന്റെ എന്തോ ഒരു കാര്യമാണ്. ഈ എൻവയോൺമെന്റ് എന്ന് പറയാൻ ആ പുള്ളിക്കാരനെ അറിയത്തില്ലായിരുന്നു. അത് ഹീറോയിൻ പലതവണയായിട്ട് പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഇപ്പൊ പ്രസന്റിലോട്ട് വന്നാൽ അയാൾ കറക്റ്റായിട്ട് തന്നെ ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് അത് പറയും. ഹീറോയിൻ എന്തുകൊണ്ട് ഈ അച്ഛനെ അമ്മയെ ഇരുത്തി പഠിപ്പിച്ചു അറിയാൻ പാടില്ല, ഇവര് പറയുന്നതെല്ലാം അപ്പൊ കള്ളമാണ്. ഈ അച്ഛൻ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല, പക്ഷെ ഹീറോയിൻ എവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ്. അതുമല്ല ഈ അച്ഛനും അമ്മയും ഒരു യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ ഹീറോയിന്റെ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ആവും. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കും ഇനി അവര് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ അറിയണ്ടേ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കഫറ്റീരിയനെ കുറിച്ച് ചോദിക്കും. ഈ ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലമില്ലേ അതാണ്. അവിടെ എവിടെ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിലാണെങ്കിൽ താറാവ് റോസ്റ്റ് കിട്ടും, അതെങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോന്ന്. എന്നാൽ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോയിനും ഈ അച്ഛനും അമ്മയും കൂടെ ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരൊന്നും അല്ല, ചുമ്മാ അവരെ പറ്റിക്കാനായിട്ട് അവിടെ പോയതാണ്. ഇവരെല്ലാ പ്ലാനിങ്ങും ചെയ്തിട്ടുണ്ട്. അവിടെ പോയി എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ എത്ര ക്ലാസ് റൂം ഉണ്ട്, എത്ര റെസ്റ്റോറന്റ് ഉണ്ട്, അവിടുത്തെ മെനു, ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിന് ഹീറോയിന്റെ അമ്മയെന്ന് പറയപ്പെടുന്ന ആളാണ് മറുപടി പറയുന്നത്. അവിടെ അങ്ങനെ താറാവ് റോസ്റ്റ് ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ വിശ്വാസമില്ലാത്ത അമ്മയ്ക്ക് കൂടെ വിശ്വാസം വരും. വീണ്ടും ഹീറോയിന്റെ അമ്മയ്ക്ക് സംശയം. ഈ അമ്മ യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ 2 ടീച്ചേഴ്സിനെ അവിടെ കണ്ടിട്ടില്ല, അത് കേട്ടിട്ടുമില്ല പേര്. ഹീറോയിൻ അവളുടെ അച്ഛനെ അമ്മയും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറും സാറും എന്നാണ്. എന്നാൽ ഈ അമ്മ നേരത്തെ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. ആ സമയം ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കും. ഹീറോയിൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഏത് കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതിലേതോ ഒരു പെൺകുട്ടിയുടെ പേരൻസ് ഇല്ലേ ഒരു കോളേജിൽ എന്തോ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ റിസർച്ചേഴ്സ് ആണ്, പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ വലിയ ഫേമസ് ആയിരിക്കത്തില്ല. ഇപ്പൊ ഇത് ആലോചിച്ചിട്ട് ഹീറോന്റെ അമ്മയോട് പറയും അവർ അവിടുത്തെ സാറും ടീച്ചറും അല്ല, പകരം അവര് റിസർച്ചേഴ്സ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ പേര് നോക്കിയിട്ട് കണ്ടുപിടിക്കാത്തത്, അവർ പഠിപ്പിക്കാനില്ല, പകരം റിസർച്ച് ചെയ്യുന്നേ ഉള്ളെന്ന്. അതല്ല അവർക്ക് വിശ്വാസം വരാത്തത് കൊണ്ട് തന്നെ ഏതോ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ എന്തോ ഫോണിലുള്ള ഒരു ഡോക്യുമെന്റ് കൂടെ എടുത്ത് കാണിക്കും. ഹീറോയിൻ ഒരു പുലിയാണ് കേട്ടോ, ഇത്രയും കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കണമെങ്കിലേ. ഇനി അവർക്ക് വിശ്വാസം വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ 2 ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആരോ വലിയ ആൾക്കാർ എഴുതിയ ബുക്കാണ്. അത് ഹീറോയിൻ അവർക്ക് കൊടുക്കുന്നത് ഹീറോയിന്റെ പേരൻസ് എഴുതിയതാണെന്ന് പറഞ്ഞിട്ടാണ്, ഹീറോയിന്റെ അച്ഛൻ എഴുതിയതാണെന്ന് പറഞ്ഞിട്ടാണ്. അച്ഛൻ വർക്ക് ചെയ്യുന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബുക്കാണ്. ആ ബുക്ക് എടുത്ത് കൊടുക്കും. ഹീറോയിന്റെ അമ്മയും അച്ഛനും അത് തുറന്നു നോക്കും. അതിലൊരു ബുക്കിൽ സൈൻ ഇട്ടിട്ടുണ്ട്, എന്നാൽ ഒരു ബുക്കിൽ സൈൻ ഇട്ടിട്ടില്ല. ആ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ ഇവർ അത്ഭുതപ്പെടും. അത്രയും നീറ്റായിട്ടൊരു വ്യക്തി എഴുതണമെങ്കിൽ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതൊക്കെ ചുമ്മാതാണ്.
എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് നല്ല കേസും കിട്ടുമോ? ഒരിക്കലും ഇല്ല. എന്തായാലും ഇതുകൂടെ കാണുമ്പോൾ ഹീറോന്റെ അമ്മയ്ക്ക് കുറച്ചുകൂടെ വിശ്വാസമാവും. അതുമല്ല എന്താ എൻ്റെ ബുക്കിൽ സൈൻ ചെയ്യാത്തതെന്ന് ഹീറോയിൻ്റെ അച്ഛനോട് ചോദിക്കും. അത് ഞാൻ സൈൻ ചെയ്യാൻ വിട്ടുപോയതാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് കറക്റ്റായിട്ട് സൈൻ ചെയ്യും. മറ്റേ ആദ്യത്തെ ബുക്കിൽ എങ്ങനെയാണോ സൈൻ ചെയ്തത് അതുപോലെ തന്നെ സൈൻ ചെയ്യും. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോയിൻ വെറും പുള്ളിയല്ല, ഈ ബുക്ക് എഴുതിയത് ഹീറോയിന്റെ കൂട്ടുകാരിയുടെ ഒരു അച്ഛനാണ്. ആ കൂട്ടുകാരിയുടെ അച്ഛനെ പോയി കണ്ടിട്ട് ഒരു ബുക്ക്, ഒന്നല്ല 2 ബുക്ക് സംഘടിപ്പിച്ചു. അതുമല്ല ഇതിനകത്ത് അയാളുടെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു. എന്നാൽ അയാൾ പറയും ഇത് വേറെ കുറെ സയന്റിസ്റ്റ് കൂടെ എഴുതിയതല്ലേ, അപ്പൊ ഞാൻ മാത്രമായിട്ട് എങ്ങനെയാണ് ഓട്ടോഗ്രാഫ് ഇടുന്നതെന്ന്. ഹീറോയിൻ അതൊന്നും സാരമില്ല, എനിക്ക് നിങ്ങളെ മാത്രമല്ലേ അറിയാവൂ, അപ്പൊ നിങ്ങൾ മാത്രം ഒപ്പ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒപ്പ് വാങ്ങും. പിന്നീട് ഈ ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന ബുക്കില്ലേ അതും കൊണ്ടുവന്ന് ഹീറോയിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളിനെ വന്ന് കാണും. എന്നിട്ട് ഇയാളെ പലതവണയായിട്ട് സൈൻ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കും. അങ്ങനെയാണ് ഇത്രയും വൃത്തിയായിട്ട് ആ ബുക്കിൽ എങ്ങനെയാണോ സൈൻ ഉള്ളത് അതുപോലെ തന്നെ സൈൻ ഇട്ടത്. ഇപ്പൊ എവരുടെ മുമ്പിൽ വെച്ച് അടിപൊളിയായിട്ട് സൈൻ ഇട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസമാവും. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഹീറോ വലിയൊരു കമ്പനിയുടെ ഓണറാണ്. ഹീറോയിന്റെ ഫാമിലി നല്ല റിച്ച് ആണ്. എന്നാൽ ഹീറോയിന്റെ ഫാമിലി റിച്ച് അല്ല, ഹീറോയിന് റിച്ച് അല്ല. പിന്നെ ഇവൾ എന്തിനാണ് ഇത് ഫേക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാരണം കാണും, മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ഹീറോയിന്റെ അമ്മയുടെ ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ബാക്കിയുള്ളവരെ താഴ്ത്തി കെട്ടാനും പിന്നെ ഇവര് ഒറിജിനൽ അച്ഛനും അമ്മയും അല്ല, അല്ലെങ്കിൽ ഒറിജിനൽ സാറും ടീച്ചറും അല്ല, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഇത് കാണുന്ന ഹീറോയിന്റെ അച്ഛനെന്ന് പറയപ്പെടുന്ന ആള് അവരോട് പറയും, ഞങ്ങൾക്ക് പൈസ ഇല്ലായിരിക്കാം, പക്ഷെ നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് നാണോ മാനോ ഉണ്ട്, നിങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. ഹീറോയിന്റെ അമ്മ പറയും, ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ചെക്ക് ചെയ്തതല്ലേ, എന്റെ മോന്റെ ഭാവി കാര്യമില്ല, അപ്പം അതൊന്ന് ചെക്ക് ചെയ്യാൻ തോന്നി. ഇത് കേൾക്കുന്ന ഹീറോയിന്റെ അച്ഛൻ അയാൾ ഹീറോയിന്റെ അമ്മയോട് പറയും, ഇവരൊക്കെ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഇച്ചിരി കൂടെ പെട്ടെന്ന് വളരും, അത് നമ്മുടെ കമ്പനിക്ക് ഒരു അഭിമാനമാണെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവരെങ്ങും പഠിക്കാനും പോയിട്ടില്ല, ഒരു വിവരവും ഇല്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതൊക്കെ മാറ്റി വെച്ച് നമുക്ക് കഴിക്കാൻ പോവാന്ന് ഹീറോ വിളിക്കും. അങ്ങനെ എല്ലാവരും കൂടെ പോയി കഴിച്ചിട്ട് പിന്നീട് അവിടെ റെസ്റ്റ് എടുക്കും. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹീറോയിനും ഹീറോയിന്റെ അമ്മയും കൂടാണ് ഒരുമിച്ച് നടന്നു പോകുന്നത്. ഈ സമയം ഹീറോയിന്റെ അച്ഛനും അമ്മയും, ഇവരച്ഛനും അമ്മയെന്നാണ് പറയപ്പെടുന്നത്, അത് നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും. പിന്നെ ഹീറോയിന്റെ അച്ഛനും ഹീറോയും അവര് 4 പേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കും. അതുപോലെ നമ്മൾ എന്താ കണ്ടത്, ഹീറോയിനും ഹീറോയിന്റെ അമ്മയും കൂടെ ഒരുമിച്ച് നടന്നു പോകും. ഈ പോകുന്ന സമയത്ത് തന്നെ ഹീറോയിന്റെ അമ്മ ഹീറോയിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ഡൗട്ട് മാറിയിട്ടില്ല. എങ്ങനെ മാറും, ഇവൾ ഇത്രയും വലിയ പെരുങ്കള്ളിയല്ലേ. ഹീറോയിന്റെ അമ്മ ചോദിക്കും, എന്തിനാണ് നീ ഞങ്ങളെ പറ്റിക്കുന്നത്, അത് നിന്റെ ഒറിജിനൽ അച്ഛനും അമ്മയും തന്നെയാണോ, പിന്നെ എന്താണ് ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവര് നിനക്ക് മുട്ട വെച്ച് എന്നിട്ട് നീ കഴിക്കാഞ്ഞത്, അതിനർത്ഥം നീ മുട്ട കഴിക്കത്തില്ലെന്നാണ്, നിന്റെ പേരൻസിന് അറിയത്തില്ല നീ മുട്ട കഴിക്കോ ഇല്ലയെന്ന്, അപ്പൊ അത് നിന്റെ പേരൻസ് എങ്ങനെ ആവുമെന്ന്. ഇത് കേട്ട് ഹീറോയിന് വിഷമമായിട്ട് ഹീറോയിൻ പറയും, അതൊന്നുമില്ല, എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ല തിരക്കായത് കൊണ്ട് തന്നെ അവർ ഫോറിൻ കൺട്രീസിലാണ് വർക്ക് ചെയ്യുന്നത്, എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരത്തുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഇങ്ങനത്തെ ഒരു ഫാമിലിയാണ്, എനിക്ക് സ്നേഹം കിട്ടാതെയാണ് വളർന്നത് എന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അറിയിക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് മറച്ചു വെക്കാനായിട്ട് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞത്, സോറി എന്ന് പറഞ്ഞിട്ട് അവള് കരയും. ഇത് കേൾക്കുമ്പോൾ അമ്മായി അമ്മയ്ക്ക്, അതായത് ഹീറോയിന്റെ അമ്മയ്ക്ക് ഒരു മനസ്സലിവ് വരും. അവര് വന്ന് ഹീറോയിന്റെ തോളത്ത് തട്ടി സമാധാനപ്പെടുത്തും. ഇങ്ങനെ സമാധാനപ്പെടുത്തുന്ന നേരത്ത് അങ്ങോട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി വന്നിട്ട് ഹീറോയിന്റെ അമ്മേനെ വിളിക്കുക, എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മ അവിടെ നിന്ന് പോകും. അമ്മ പോയ ഉടനെ ഹീറോയിന്റെ ഫോണിലോട്ട് ആരോ വിളിക്കും. വിളിച്ചത് കൂട്ടുകാരിയാണ്. ഹീറോയിൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവളുടെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇച്ചിരി കൂടെ ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ. എന്നാൽ അത് റിജക്റ്റ് ആയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമല്ല അവളുടെ പൊസിഷനിൽ വേറൊരാൾ കയറിയിട്ടുണ്ട്, അവൾ കയറാൻ നിന്ന പൊസിഷനിൽ വേറൊരാൾ കയറിയിട്ടുണ്ട്, അതും പറയും. കൂട്ടുകാരി ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ പറഞ്ഞത് എന്താണ്, എല്ലാം തുടങ്ങിക്കഴിഞ്ഞു, ഇനി സൂക്ഷിക്കണമെന്ന്, അറിയാൻ പാടില്ല എന്താണ് തുടങ്ങിയെന്ന്. ഇവള് ഫോൺ സംസാരിക്കുന്ന സമയത്ത് പിറകിന്ന് ഹീറോ വിളിക്കും. ഹീറോ വിളിക്കുമ്പോൾ ഇത്രയും നേരം അവളുടെ മുഖഭാവം ഒരുമാതിരി ദേഷ്യപ്പെട്ടിട്ടല്ലേ ഇരുന്നത്. പെട്ടെന്ന് തന്നെ ചിരിച്ചിട്ട് തിരിഞ്ഞു നോക്കും. പിന്നീട് ഹീറോയിൻ അവളുടെ പേരൻസിനെ വിളിച്ചുകൊണ്ട് ഒരു ഹോട്ടൽ റൂമിൽ വരും. അവിടെ വന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇത് ഇവള് വാടകയ്ക്ക് എടുത്ത ആൾക്കാരാണ്, ഇവളുടെ ഒറിജിനൽ പേരൻസ് അല്ല. ഇവൾ ഇത്രയും ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തില്ലേ ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. ഹീറോയിൻ അവർക്ക് ഇനി പൈസ കൊടുക്കാനുണ്ട്. ഹീറോയിൻ അവരെ വലിയ മൈൻഡ് ആകുന്നില്ല. മറ്റേ ആൾക്കാർ പൈസ കിട്ടും എന്നുള്ളൊരു തോന്നലിൽ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എന്തായാലും ഹീറോയിൻ പറഞ്ഞ പൈസയെന്ന് ഒരു പൈസ പോലും വ്യത്യാസം വരാതെ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇനി ഈ അച്ഛനും അമ്മയും കല്യാണത്തിന് കണ്ടാൽ മതി, കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ആവശ്യമില്ല, ഇവളുടെ ജീവിതത്തിൽ ശല്യപ്പെടുത്താനൊന്നും വരാൻ പാടില്ല, അങ്ങനെ കണ്ടീഷനുണ്ട്, അവർക്ക് അവകാശപ്പെട്ട എല്ലാ പൈസ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഹീറോയിൻ ലിഫ്റ്റ് കയറുന്ന സമയത്ത് അവളുടെ മനസ്സിലോട്ട് ഓരോ കാര്യങ്ങളായിട്ട് വരും. ഇതെല്ലാം മണലിൽ പണിയുന്ന ഒരു കൊട്ടാരം പോലാണെന്ന്, എപ്പം വേണമെങ്കിലും തകർന്നു വീരാന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സത്യമല്ലേ, ഈ കള്ളങ്ങളുടെ മണ്ടയിൽ എങ്ങനെ നിൽക്കാൻ പറ്റും, എപ്പം വേണമെങ്കിലും തകർന്നു പോകത്തില്ലേ. ഇവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല, ഇനി എന്തെങ്കിലും നല്ല കാര്യമുണ്ടോ മോശക്കാര്യം ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല, നമ്മൾ അറിയാതെ ഒന്നും പറയാൻ പാടില്ലല്ലോ. പിന്നീട് ഹീറോയിൻ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകും. അവൾ ഒരു ഷോയില് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഇന്റർവ്യൂലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ എഴുതി വെക്കത്തില്ലേ, അതുപോലത്തെ പണി. അതുമല്ല ഈ ഹോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാമോ, ആൾക്കാരോട് ചോദ്യം ചോദിക്കത്തില്ലേ, ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ ഓപ്പോസിറ്റ് ഇരുന്ന് ചോദ്യം ചോദിക്കുന്ന ആളില്ലേ, അതിനു വേണ്ടിയാണ് അവൾ അപ്ലൈ
ചെയ്തത്. എന്നാൽ അവൾക്ക് കിട്ടിയില്ല. പകരം വേറൊരു പെൺകുട്ടി കയറി. ആ പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കര അഹങ്കാരം പിടിച്ചതാണ്. ഹീറോയിന്റെ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുമ്പോൾ അവൾ ഹീറോയിനെ അങ്ങ് അപമാനിക്കും, നല്ല രീതിയിൽ അപമാനിക്കും. നിന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല, എന്നെ കൊണ്ട് ഹോസ്റ്റ് ആവാൻ പറ്റൂ, നീ ഇത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതുമല്ല പൈസ ഉള്ള ആൾക്കാരുടെ കൂടെ നടന്നെന്ന് പറഞ്ഞിട്ട് നിനക്ക് എല്ലാം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? 1-2 മാസം അതിനുള്ളിൽ അവൻ നിന്നെ കളഞ്ഞിട്ട് പോകുമെന്ന്. ഹീറോയിന്റെ കാര്യമാണ് ഹീറോയിനോട് പറയുന്നത്. നമുക്കിപ്പോൾ ഈ ചീത്ത പറഞ്ഞ അവളെ നമുക്ക് അഹങ്കാരി എന്ന് പറയാം. അത്ര അഹങ്കാരമുണ്ട്. ഒരു മനുഷ്യനോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല ആരായിരുന്നാലും. ഹീറോയിൻ ആകെ വിഷമിച്ച് അവിടെ നിന്ന് പോകും. ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ഹീറോയിനെ കാട്ടിയും വലിയ പൊസിഷനിലുള്ള ആളാണ്. ഹോസ്റ്റ് അല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റ് എന്താണെന്ന്. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് നോക്കിയപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അറിയാവുന്നവർ കാണും. നീ എന്താടാ ഇത് റിപ്പീറ്റ് അടിച്ച് പറയുന്നതെന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഹീറോയിന്റെ ബോസ് വിളിപ്പിക്കും. അവിടെ നിന്നും കുറെ ശകാരം കേൾക്കും. ഈ ഷോയിന്റെ റേറ്റിംഗ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുവാണെങ്കിൽ ആൾക്കാർ കാണൂലല്ലോ. ആൾക്കാർ കാണാത്തതുകൊണ്ടാണ് റേറ്റിംഗ് കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ് ഇനി റേറ്റിംഗ് കുറഞ്ഞാൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞ് ബോസ് ഒരുപാട് ശകാരിക്കും. ഹീറോയിൻ ഇതൊക്കെ കേട്ട് തല കുമ്പിട്ട് നിൽക്കും. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ചില സമയത്ത് നമ്മുടെ തെറ്റില്ലേലും നമ്മളിങ്ങനെ കുമ്പിട്ട് നിൽക്കേണ്ടി വരും. ഹീറോയിൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ഫ്ലാറ്റിൽ വന്നിരുന്ന് വീണ്ടും വർക്ക് ചെയ്യും. ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതല്ല അടുത്ത ഇന്റർവ്യൂവറിനെ വിളിക്കണം. എന്തിനാണ്? അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താലേ ഷോയിന്റെ റേറ്റിംഗ് കൂടാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരെയാണ് ഇവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പലതവണയായിട്ട് വിളിച്ചു നോക്കുന്നുണ്ട്, മെസ്സേജ് അയച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ ഹീറോ ഇരിപ്പുണ്ട് കേട്ടോ. എവിടെ ഈ ടെൻഷൻ കണ്ടിട്ട് ഹീറോ അടുത്ത് വന്നിട്ട് ഹീറോയിൻ ആരെയാണോ വിളിക്കാൻ നോക്കിയത് അവനുമായിട്ട് മെസ്സേജ് ചെയ്ത് അവനെ ഇന്റർവ്യൂവിൽ കൊണ്ടുവരാമെന്ന് അവ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഹീറോയിൻ ഇത് കാണുമ്പോൾ ഇത് എങ്ങനെയാ ചെയ്തതെന്ന് ചോദിക്കും. ഹീറോ പറയും, നിന്റെ കൂടെ തന്നെ എൻ്റെ ഒരു ചാരനുണ്ട്, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. നീ ഇയാൾക്ക് വേണ്ടിയല്ലേ ഇന്റർവ്യൂവിന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇയാൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ടായിരുന്നു, ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. എന്തായാലും അവൻ ഇന്റർവ്യൂവിന് വരും, നീ പേടിക്കേണ്ട, നിന്റെ ഷോ നന്നായിട്ട് കൊണ്ടുപോകാന്ന് അവൻ നല്ല സ്നേഹത്തോടു കൂടി പറയും. അവൻ എങ്ങനെയാണ് ഹീറോയിന്റെ ഈ പ്ലാൻ മനസ്സിലായെന്ന് അറിയാൻ പാടില്ല. ഇനി ഹീറോ ചുമ്മാ പറഞ്ഞതാണോ ഹീറോയിന്റെ കൂടെ ഒരു ചാരനുണ്ടെന്ന്? അറിയാൻ പാടില്ല. ചുമ്മാ റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞ എനിക്ക് അറിയില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് റൊമാൻസ് ആവാന്ന് പറഞ്ഞ് അവളെ ചെന്ന് ഉമ്മ വയ്ക്കും. എന്തായാലും രണ്ടുപേരും കൂടെ ഉമ്മ വയ്ക്കും. ഈ സമയം ഹീറോയിൻ മനസ്സിൽ ചിന്തിക്കുന്നത് ഹീറോ ഒരു പാവമാണെന്നാണ്. അവൻ ഒരിക്കലും അവളെ വിട്ടു പോകത്തില്ല. അതുമല്ല തിരിച്ചു അത് കണക്ക് തന്നെ ഹീറോയിൻ അവനെ വിട്ടു പോകത്തില്ല. അവൾ അവന്റെ പൈസയ്ക്ക് വേണ്ടിയെന്നല്ല അവനെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിനും എങ്ങനെയാണ് പരിചയപ്പെട്ടത്, അവരെങ്ങനെയാണ് പ്രണയത്തിലായെന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ആ ഫ്ലാഷ് ബാക്കിലോട്ട് പോയാലോ. ഹീറോയിൻ ഒരു ദിവസം അവളുടെ ഓഫീസിൽ ജോലിക്ക് വന്നിരിക്കുമ്പോൾ കൂട്ടുകാരി വന്ന് പറയും, നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ച ആള് ഫോൺ എടുക്കുന്നില്ല, അവൻ വരുന്നില്ല എന്ന്. വേറെ ആരെയല്ല അവർ ഇന്റർവ്യൂവിന് വിളിച്ചത്, നമ്മുടെ ഹീറോയിനെയാണ്. എന്നാ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇവൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് ചെല്ലും. ഹീറോ ജോലി ചെയ്യുന്നില്ല, അവനൊരു പാഷനുണ്ട് ഈ ചെടികളുമായിട്ടൊക്കെ. ഒരു പ്രത്യേക തരം ചെടികൾ വളർത്തുന്നതാണ് അവന്റെ പാഷൻ. അതുകൊണ്ട് തന്നെ ഹീറോനെ കാണാനായിട്ട് ഹീറോയിൻ അവിടെ ചെല്ലുമ്പോൾ ഹീറോ തിരക്കിലാണ്. ഇവിടെ ഹീറോയിൻ വന്നേക്കുന്നത് അവനോട് ഇന്റർവ്യൂ ചോദിക്കാനല്ല, പകരം അവന്റെ കൂടെ ജോലി ചെയ്യാനാണ്, ഈ ചെടികളെ പരിപാലിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കഴിവ് നോക്കിട്ട് ആദ്യം ആ ചെടി ഒന്ന് നട്ടേന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ചെടി നടാനായിട്ട് ഹീറോയിനോട് പറയും. ഹീറോയിൻ ഇത് കേട്ട ഉടനെ ആ ചെടി എടുത്തിട്ട് അതിന്റെ റൂട്ട് കട്ട് ചെയ്ത് അതിനെ നടുന്ന പരുവത്തിലാക്കും. ഇതിന്റെ ഇടയിൽ തന്നെ അവൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ചെടീനെ പറ്റിയിട്ട്. ചെടീന്റെ ഹിസ്റ്ററിയും ഇതെങ്ങനെയാണ് വളരുന്നത്, ഇതെന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേട്ട് ഹീറോ ഇംപ്രസ് ആവും. പതിയെ ഹീറോ ഇവളുടെ അടുത്ത് ചെല്ലും. അവൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ചെടി എടുത്ത് ആ ബോളിൽ വെക്കും. എന്നിട്ട് അവളോട് ചോദിക്കും, നിനക്ക് ഇവിടെ ജോലിക്ക് കയറാനുള്ള കഴിവുണ്ട്, നീ നാളെ തൊട്ട് തന്നെ വന്ന് ഇവിടെ ജോലിക്ക് കയറിയോ, പക്ഷെ നിന്റെ ഒറിജിനൽ ജോലിയുടെ കാര്യം എന്താണ്, അതിന്റെ കാര്യം എങ്ങനെയാണ്, നീ അതിന് പോകുന്നുണ്ടോന്ന്. ഹീറോയ്ക്ക് മനസ്സിലായി ഹീറോയിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇവള് സോപ്പിടാൻ വന്നതാണെന്ന്. അതുമല്ല ഹീറോയിൻ പലതവണയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഹീറോയിനെ ഇന്റർവ്യൂവിന് വിളിക്കാനായിട്ട്. അപ്പൊ അവൻ ഇവളെ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. ഇവൾ എന്തിനാണ് എല്ലാ ദിവസവും ഇവിടെ വരുന്നത്, എന്തിനാണ് എന്നെ കാണാൻ ഇത്രയും വാശി പിടിക്കുന്നതെന്ന്. എന്തായാലും ഹീറോയിൻ ഇപ്പൊ തൂക്കിയല്ലോ, എന്നാ പിന്നെ സാരമില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഒരു ഗിഫ്റ്റ് എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കും. അവൻ എന്തായാലും ഇന്റർവ്യൂവിന് വരത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ആ ഗിഫ്റ്റ് അവൻ തുറന്നു നോക്കുമ്പോൾ വേറൊന്നുമല്ല, ഒരു പ്രത്യേക തരം കത്തിയാണ്. ഈ മരങ്ങളൊക്കെ വെട്ടുന്ന കത്രികയില്ലേ, അതാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബൊട്ടാണിസ്റ്റിന്റെ കത്രികയാണ്. ഇപ്പൊ ഹീറോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബൊട്ടാണിസ്റ്റ് ആണ് അത്. ഇതിപ്പോ ഹീറോയിൻ എങ്ങനെ മനസ്സിലായെന്നായിരിക്കുമല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോകും. ഒരു ദിവസം ഹീറോയിനെ കാണാനായിട്ട് വന്നപ്പോൾ, എല്ലാ ദിവസവും വരും പക്ഷേ കാണൊക്കെ നടക്കത്തില്ല. അന്നേരം അവിടെ കുറെ ആൾക്കാർ എന്തോ ചെടി നടുകയോ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുകയോ ചെയ്യാറുണ്ട്. അതിലൊരു ചട്ടി തറയിൽ വീണുപോയി. ആ സമയം അതിൽ നിന്ന് എന്തോ ഒരു ചെടിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂള് തറയിൽ പോയി. അത് വീണ ഉടനെ അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടെ ടെൻഷനായിട്ട് അതെടുക്കും. ഹീറോയിൻ കണ്ടിട്ട് അതെന്താന്ന് ചോദിക്കും. അവര് പറഞ്ഞു കൊടുക്കും, അതേതോ ഫേമസ് ആയിട്ടുള്ള ബൊട്ടാണിസ്റ്റിന്റെ ഐറ്റം ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ബോസിന് അത് ഭയങ്കര ഇഷ്ടമാണ്, അയാൾ നമ്മളെ കൊന്നേനെന്ന് ഇതെങ്ങാണ് അറിഞ്ഞാല്. അങ്ങനെയാണ് ഹീറോയിന് മനസ്സിലായത് ഹീറോയിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബൊട്ടാണിസ്റ്റിന്റെ കത്രിക കൊണ്ട് കൊടുത്താൽ അവൻ വീഴുമെന്ന്. അപ്പൊ ഹീറോ അത് കണ്ട് വീണ്ടും ഇംപ്രസ് ആവും. ഹീറോയ്ക്ക് മനസ്സിലായി ഹീറോയിൻ ഒരുപാട് കാര്യങ്ങൾ ഹീറോയിനെ പറ്റി പഠിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഹീറോയും പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹീറോ എന്തായാലും എനിക്ക് ഇത്രയും ഗിഫ്റ്റ് ഒക്കെ തന്നേലേ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട്
ഹീറോ ഒരു സഞ്ചി എടുത്തു കൊടുക്കും. ഹീറോയിൻ അത് തുറന്നു നോക്കുമ്പോൾ അതെന്തോ ഒരു പ്ലാന്റിൽ നിന്നുണ്ടാക്കിയ ഒരു സിറപ്പാണ്. ഈ സിറപ്പ് ശരീരത്തിനൊക്കെ നല്ലതാണ്. ഹീറോയിൻ ചോദിക്കും, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് ഈ സിറപ്പ് ഇഷ്ടമാണെന്ന്? ഹീറോയിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവനെ അറിയാം. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും ഹീറോയിൻ ഈ സിറപ്പുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്. ഹീറോയിന്റെ മുത്തശ്ശി പണ്ട് മുതൽ ഈ സിറപ്പ് ഉണ്ടാക്കുമായിരുന്നു, ഏതോ ഒരു മരത്തിന്റെ ഇലയൊക്കെ പൊടിച്ചിട്ട്. അങ്ങനെയാണ് ഹീറോയിൻ ഈ സിറപ്പ് അത്ര ഇഷ്ടപ്പെട്ടത്, മുത്തശ്ശി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ. ഹീറോ പഠിച്ചത് കൊണ്ട് തന്നെ ഹീറോയിന്റെ മുത്തശ്ശി ഉണ്ടാക്കുന്ന സിറപ്പ് ഹീറോയിൻ ഉണ്ടാക്കി കൊടുത്തു ഗിഫ്റ്റായിട്ട്. ഈ ഗിഫ്റ്റ് കിട്ടിയിട്ട് തന്നെ ഹീറോയിൻ കണ്ണും നോക്കി നിൽക്കും. ഇവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട്. കട്ട് ചെയ്താൽ ഹീറോയിൻ രാത്രി വീട്ടിൽ വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ കൂട്ടുകാരി ഫോണിലോട്ട് വിളിക്കും. എന്തായി ഹീറോ ഇന്റർവ്യൂവിന് സമ്മതിച്ചോ എന്ന് ചോദിക്കും. എന്നാൽ ഹീറോയിൻ പറയും സമ്മതിച്ചില്ല, പക്ഷേ ഞങ്ങൾ ചെറിയൊരു കൂട്ടായെന്ന് പറയും. അതല്ല ഹീറോയിൻ എന്തോ പനി ചെമയ പോലെയൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഹീറോയിൻ ചുമക്കുന്നുണ്ട്. കൂട്ടുകാരി പറയും റെസ്റ്റ് എടുക്ക്, കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അവള് ഗുളിക കഴിക്കാനായിട്ട് പോകുമ്പോൾ ടേബിളിനകത്ത് ഹീറോ കൊടുത്ത് ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അത് കാണുമ്പോൾ അവള് ഗുളികയൊക്കെ മാറ്റി വെച്ചിട്ട് അതെടുത്തിട്ട് അവനെ പറ്റി ആലോചിച്ചിരിക്കും. ഈ സമയം ഹീറോ അവന്റെ ഗാർഡനിൽ പണിയെടുക്കുകയാണ്. അവന് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഡ്രാമകൾ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കൊരു മടുപ്പില്ലാതെ ഇത് ചെയ്യാൻ പറ്റുന്നത്. എന്തോ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഹീറോ അവളെ പറ്റി ആലോചിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ പണിക്ക് വരും. അവളുടെ കയ്യിൽ തന്നെ ഗുളിക ഇരിപ്പുണ്ട്. കൂട്ടുകാരി വന്ന് ചീത്ത പറയും, ഇന്ന് ലീവ് എടുത്തുകൂടായിരുന്നു, എന്തിനാണ് ഈ വയ്യാത്ത അവസ്ഥയിൽ പണിക്ക് വരുന്നതെന്ന്. എന്തായാലും കൂട്ടുകാരി അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അവളുടെ തുറന്നിടന്ന ഷർട്ടിന്റെ സിബൊക്കെ ഇട്ട് കൊടുക്കും. തണുപ്പടിച്ചാൽ പനി പിടിക്കില്ലേ, പനി കൂടില്ലേ, അതുകൊണ്ടാണ്. എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്, ഭയങ്കര കെയർ ചെയ്യും. കാരണം അവന്റെ സിസ്റ്റേഴ്സിന്റെ കൂടാണ് വളർന്നത്. പെങ്ങള് മാത്രമേ ഉള്ളൂ, മീൻസ് 2-3 പെങ്ങള്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗേളി ആറ്റിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട്. ഗേളി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കെയറിങ് തരത്തില്ലേ, അവ എല്ലാവർക്കും കെയറിങ് കൊടുക്കും. എന്തോ പാൻ ചെറുക്കനാണ്. കൂട്ടുകാരി അവളെ കെയർ ചെയ്തിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ആ സമയമായിരിക്കും അങ്ങോട്ട് മറ്റേ അഹങ്കാരി കയറി വരുന്നത്. എന്തായാലും അവള് വന്നിട്ട് ചീത്ത പറയും ഹീറോയിനെ. കാരണം ഹീറോയിനെ ഇന്റർവ്യൂവിന് കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചീത്ത പറയും. അതുമല്ല ഹീറോയിന്റെ കയ്യിൽ ആ ഗുളിക ഇരിക്കുന്നത് കാണും. നിനക്ക് വയ്യെങ്കിൽ നീ ലീവ് എടുത്ത് ഈ ജോലി വിട്ടിട്ട് പോകണം, എന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. ഹീറോയിൻ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുമ്പോൾ അവളുടെ ഫോണിലോട്ട് മെസ്സേജ് വരും. അയച്ചത് ഹീറോയാണ്. ഞാൻ ഇന്റർവ്യൂവിന് തയ്യാറാണ്, ഞാൻ നിനക്കൊരു കമ്പനിയുടെ പേര് തരാം, അങ്ങോട്ട് വന്നാൽ മതിയെന്ന്. ഹീറോയിൻ സന്തോഷപ്പെട്ട് ഓടിച്ചാടി ആ കമ്പനിയിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഹീറോയിനെ വിളിക്കാനായിട്ട് ഒരു ലേഡി ഉണ്ട്. ആ ലേഡി ഹീറോയിനെ വിളിച്ചോണ്ട് പോകും. ഹീറോയിൻ ചോദിക്കും ഇതാരാണ്, ഹീറോ ആരാണെന്ന്. അവർ പറഞ്ഞു കൊടുക്കും. ഹീറോ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതല്ല അവന്റെ ഫാമിലി ബിസിനസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുമല്ല അടുത്ത ഉടമസ്ഥൻ അവനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയിന് വീണ്ടും അവനുമായിട്ട് ക്രഷ് കൂടും. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല. പിന്നെ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നില്ല എല്ലാ ആൺകുട്ടികളും മോശമല്ല, എല്ലാ പെൺകുട്ടികളും മോശമല്ല. ഓരോരുത്തരുടെ ക്യാരക്ടർ വേസ് ആണത്. ഒരു ജെൻഡറിന്റെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ കുറെ അധികം വീഡിയോ കാണുന്നുണ്ട്. എന്താ പറയാ, ഒരു ജെൻഡർ മൊത്തം പനലാണ് അല്ലെങ്കിൽ അവർ കൊള്ളില്ല എന്നൊക്കെ പറയുന്നത് എന്തവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തോണ്ടായിരിക്കും. പക്ഷെ അത് അങ്ങനെ പറയുന്ന ഒരിക്കലും ശരിയല്ല. എന്തായാലും ആ ലേഡി ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ഹീറോ ക്ലാസ് എടുക്കുന്ന ആ റൂമിൽ ചെല്ലും. അവൻ ഏതോ ഒരു വലിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോയിൻ അവിടുത്തെ വലിയ ടേബിളിന്റെ നടുക്ക് തന്നെ വന്നിരിക്കും, ഏറ്റവും ബാക്കിലത്തെ സൈഡില്ലേ. അവിടെ വന്ന ഉടനെ ഹീറോയിനെ നല്ല റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നുണ്ട് ദൂരെ നിന്ന്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.